ഓരോ നോക്കിൽ ഒരു നിലവായി നീ തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻവേലിയായി വളർന്നേതാ. മഴ പോലെ എന്നെ പൊഴിയുന്നു നേർത്ത വീരായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി ഒരു കാറ്റ് പോലെ കുടരുന്നു നെഞ്ചിൽ പോലെ കൊഞ്ചിടുന്നു താങ്ക് യു പത്മ. താങ്ക്സോ? എന്തിന്? നന്ദിനിയുടെ കുടുംബം ഇവിടെ ഉണ്ട്. ഇതുവരെ തന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടായില്ല. കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? എനിക്കിപ്പോഴും ജീവനുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? പത്മയ്ക്ക് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ മാറ്റമില്ല. എനിക്കുള്ളതെല്ലാം നശിച്ച് നാളെ ഞാൻ ആ തെരുവിലിറങ്ങി നിൽക്കേണ്ടി വന്നാൽ പോലും ആ വേലക്കാരുടെ കുടുംബത്തിനോട് ഞാൻ പൊറുക്കുന്ന പ്രശ്നമില്ല. അച്ഛനും മോനും ജയിച്ചു എന്നൊരു അഹങ്കാരമുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. മാഡം, ഇതാ കോഫി. സാറേ ചായ. ഏയ് നിക്ക്. ഇതാർക്കാ ഇത്രയും ചായ? നന്ദിനിയുടെ വീട്ടുകാർക്ക്. അവര് നിൽക്കുന്നിടത്തേക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണമെന്ന് അവര് പറഞ്ഞോ? അതോ അവരെ സൽക്കരിക്കണമെന്ന് വേറെ ആരുടെങ്കിലും ഉത്തരവുണ്ടായിരുന്നു? അല്ല, എല്ലാവർക്കും കൊടുക്കുന്ന പോലെ. ഈ വീട്ടിലെ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അല്ല. അവര് ജോലിക്കാർ. മാഡം, ഈ വീട്ടിലെ വേലക്കാരിയുടെ ബന്ധുക്കളാ. നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ വന്നാ നീ എവിടെയാ കിടത്തുക? ചോദിച്ചു കേട്ടില്ലേ? അത് പിന്നെ സ്റ്റോർ റൂമില്. ആ, സ്റ്റോർ റൂമില് എന്ന് വെച്ച അടുക്കളയ്ക്ക് ചുറ്റുമുള്ള ഏതേലും ഒരു സ്ഥലം. അതുപോലും തിരിച്ചറിയാതെ ഈ വീട്ടിലെ മുറികളിൽ കിടന്നുറങ്ങുന്നവർക്ക് കൂടുതൽ ഔദാര്യമൊന്നും നീ കാണിക്കണ്ട. പത്മ, അവനത് കൊണ്ടുപോയി കൊടുക്കട്ടെ. ആർക്കാ പാല്? നന്ദിനിയുടെ ചെറിയ അനിയത്തി ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് അവൾക്ക്. താൻ എന്താ ഈ കാണിച്ചത്? അയ്യോ രാജു, അയ്യോ സാറേ, രാജു പൊള്ളിട്ട് പോയി സാറേ. അയ്യോ അയ്യോ സാർ, വാ വാ, വേദനിച്ചിട്ട് പോയേ സാറേ. രാജു, പൊള്ളിട്ട് പോയേ സാറേ. ഇങ്ങോട്ട് വാ, കഴുകാം. സാറേ സാറേ സാറേ, പൊള്ളിട്ട് പോയേ സാറേ.
സാറേ നല്ല വേദനയുണ്ട് സാറേ. പത്മ, തന്റെ ദേഷ്യം അതിര് കിടക്കുന്നുണ്ട്. രാജു ഇവിടുത്തെ ജോലിക്കാരനാ. മാന്യായിട്ട് ജോലി ചെയ്ത് ശമ്പളം പറ്റുന്ന ഒരാളെന്നല്ലാതെ അവൻ നിന്റെ അടിമയൊന്നുമല്ല. എന്റെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ എന്റെ അടിമ തന്നെയാ. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. അല്ലേ, നന്ദിനിയുടെ അനുജത്തിക്ക് പാല്. പരിഷ്കാരങ്ങൾ എന്ത് കണ്ടാലും പത്മ കണ്ണടക്കണം അല്ലേ? ആ കുട്ടിക്ക് അത് കൊടുക്കുന്നതുകൊണ്ട് തനിക്കെന്താടോ? അവളുടെ കുടുംബക്കാർക്ക് എന്റെ വീട്ടിൽ ഇടിച്ചു കയറാം. ഈ വീട്ടിലെ സകല സ്ഥലങ്ങളിലും കിടന്ന് നിരങ്ങാം. എന്നിട്ട് അതൊന്നും പോരാതെ അവരുടെ ശീലങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കാം.